ഇവിടെ ആരും ഇല്ലേ? അമ്മ എന്തി കുളിക്കാനാ? അമ്മ കുളിക്കാൻ പോയാ? 12 മണിയായല്ലേ? അയ്യോ, ബർത്ത്ഡേക്കാരി കുളിക്കാൻ പോയോ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. 12 മണിക്ക് ആര് കക്കൂസി കയറിക്കാൻ പറഞ്ഞ? മോളാതാ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേക്കാരി കക്കൂസിലായി പോടെ 12 മണിക്ക്. ഞാൻ മിസ് ചെയ്താ വന്ന നിങ്ങള് കക്കൂസി കയറിയിരുന്ന എന്തിനിപ്പാ? അമ്മയുടെ ഈ വർഷം കക്കൂസിലയച്ചാ. ബർത്ത്ഡേക്ക് കക്കൂസി കയറിയിരിക്കുന്നത് ഈ വർഷം കക്കൂസിനകത്തായിരിക്കും. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. കൈക കഴിയരുന്നുണ്ട്. നീ ആദ്യമായിട്ടില്ല ഒരാളെ ബാത്റൂമിൽ നിന്ന് വിളിച്ചിറങ്ങി വിഷ് ചെയ്യുന്നത്. ഓടെ ഞാൻ 12 മണിയായപ്പോഴേ വിചാരിച്ച് താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ ഗൈസ്, ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ് സുഹൃത്തുക്കളെ. ഫെബ്രുവരി 22. അമ്മയ്ക്ക് 150 വയസ്സ്. അല്ലെ, അമ്മയ്ക്ക് 150 വയസ്സായിരിക്കുകയാണ്. 150 അല്ല, അതിൽ കൂടുതൽ പോണം. അത്രയൊക്കെ പോണം. നീ വെറുത്തു. ഇല്ലില്ല, അപ്പോഴത്തേനും ഞാൻ മിക്കാറും കാണൂല. ഇനിയിപ്പോ എന്തിനാ കിടന്നുറങ്ങാം? 12 മണിക്ക് ഇനിയിപ്പോ കിടന്നുറങ്ങാം. അമ്മ കറക്റ്റ് എത്ര മണിക്കായിരുന്നു ജനിച്ചത്? ഉച്ച സമയത്തായിരുന്നോ? അതെപ്പോഴാന്ന് അറിയാൻ വയ്യ. സമയം അറിയത്തില്ലല്ലേ? നാളെ അമ്മാമ്മ വിളിച്ച് ചോദിക്കണം കേട്ടാ, കറക്റ്റ് സമയം ഏതാണ്. 2 പടക്കം പൊട്ടിച്ചാലേ അങ്ങ് ശുഭമാക്കാം. അതല്ലേ മറ്റേ പൂത്തിരി പോലത്തെ ഇല്ലേ, ചെറിയ ഒരെണ്ണം കത്തിക്കാം. അമ്മ വാ അമ്മ. എന്തുവാ അമ്മ, ഇതൊക്കെ എന്റെ ഒരു സന്തോഷമില്ലേ അമ്മ? വന്നപ്പോ തന്നെ നാണം കെടുത്തി ബാത്റൂമിൽ ഇരുന്ന്. എന്തരാ എല്ലാരും ഉറങ്ങി കാണോട്. താഴെ പശു കറക്കാറുണ്ട് അവർക്ക്. ആണോ? ഇനിയിപ്പോ എന്നാ പോയി കിടന്ന് ഉറങ്ങിക്കോ, രാവിലെ കാണാം. ഓക്കെ, അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. ഒന്നും കൂടെ അത് പിന്നെ പറഞ്ഞാൽ മതി. പ്രായം ഇല്ല, പ്രായം നാളെ പറഞ്ഞാൽ മതി. പ്രായം പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഒരു കാര്യമുണ്ട്. 43 ആകുമ്പോഴേ ഞാൻ 47 എന്ന് പറയും. ഇനി 47 എന്ന് പറയുമ്പോ ആ തള്ളേക്ക് ഇന്നാള് 47. ഇപ്പൊ 47 ആയില്ലേ? 47 വയസ്സായി. ഞാൻ 43 പാതിയൊക്കെ ആകുമ്പോഴേ 47 പറയും. ഇനി അടുത്ത ഇപ്പൊ ഞാൻ ഇത് പാതി ആകുമ്പോഴേ 45 പറഞ്ഞു തുടങ്ങും. അപ്പൊ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് 45 ആവത്തേ ഉള്ളൂ. ഇപ്പോഴേ പറയൂ. ഇനി 45 പറയും. 5-ാം മാസം ആകുമ്പോ 49 49. അച്ഛൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അച്ഛന് കഴിഞ്ഞ പ്രാവശ്യം 49 അല്ലായിരുന്നാ? 48 ആയിരുന്നോ? നമ്മളെ 6 വയസ്സിന് വ്യത്യാസം. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. പോയി കിടന്ന് ഉറങ്ങി. നീ കക്കൂസി പോയി തീർന്നാ? ഞാൻ വിളിച്ചോണ്ടിറങ്ങി വന്നേടാ. പൊക്കോ. അല്ല ഇനി ബർത്ത്ഡേ ആയിപ്പോയില്ലേ? ഇടത്തേക്ക് 12 മണിയായി. ആ അതല്ലേ കറക്റ്റ് സമയത്ത് കക്കൂസ് കയറിട്ടേക്കത്. അത് കറക്റ്റ് 12 മണിക്കല്ലേ വരേണ്ടത്. അതുകൊണ്ട് അയ്യോ ചുമ്മാതെ, അവർക്ക് അങ്ങനെയൊന്നുമില്ല, അവര് കെട്ടി. ഓക്കെ ഗൈസ്, ബൈ യു, ഗുഡ് നൈറ്റ്. രാവിലെ കാണാം. സുപ്രഭാതം. അയ്യോ തൊണ്ടയൊക്കെ പോയല്ലോ. കണ്ട സ്റ്റോറി പോസ്റ്റ് എങ്ങനെയുണ്ട്? ഞാൻ അമ്മയുടെ കൊറേ ഫോട്ടോ എല്ലാം കൂടെ വെച്ചിട്ട് പോസ്റ്റ് ഇട്ട്. കണ്ടായിരുന്നാ? നമ്മളെ പഴയ കൊറേ നേരത്തേക്ക് എടുത്തോ കൊറേ ഫോട്ടോ. എന്താ ക്യാരറ്റ് അരിയുന്നാ?
നിനക്ക് മാഗി ഉണ്ട്. ഇന്നലെ മാഗി മേടിച്ചോണ്ട് വെച്ചിരുന്നു. എനിക്ക് മാഗി വേണമെന്നുണ്ടായിരുന്നു. മാഗി ഉണ്ട്. ഇന്നലെ ഞാൻ മാഗി മേടിച്ചു. ഞാൻ സാധാരണ അങ്ങനെ മാഗി മേടിച്ചോണ്ട് അങ്ങനെ വെക്കണേ വെക്കുന്നില്ല. അതോ എനിക്ക് അന്നേരം തോന്നി. ഇന്നലെ എനിക്ക് കണ്ടപ്പോ എന്തോ ഇത് തിന്നണോന്ന് തോന്നി. അപ്പൊ എനിക്ക് തോന്നി നിനക്ക് തിന്നണോന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇച്ചിരി ക്യാരറ്റും സവാളയൊക്കെ ഇട്ട് നമുക്ക്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ലവൻ വിളിക്കുന്നതാണ്. അടങ്ങിയിട്ടാ. ഇനി രാവിലെ എണീറ്റൊന്ന് ഇത് കുറച്ചൊരു അവലൂടെ കളിക്കണം. ഇല്ലടാ ഹാപ്പി. അമ്മച്ചിയുടെ ബർത്ത്ഡേ കേട്ടോ. അയച്ചു വിടട്ടെ. ഗേറ്റ് അടച്ചേക്ക. അഴിക്കാം. അവനറിയാം കെട്ടിയിട്ടിട്ട് നീ വ്ലോഗ് എടുക്കുമ്പോ ഇത്രയും നേരം വേണ്ടിയത് പോട്ടു. എന്തിനാ സ്പെഷ്യല്? സ്പെഷ്യലല്ല, നീ തന്നെ പറഞ്ഞത്. നിന്റെ വക ബിരിയാണി എന്ന് പറഞ്ഞു. ബിരിയാണി? ഞാൻ ബിരിയാണി വെച്ചുതരാം കേട്ടാ. നമുക്ക് പ്രാവശ്യം ബിരിയാണി നമുക്ക് വെച്ചിട്ട് എല്ലാരും കൊണ്ടു കൊടുക്കാം. അല്ലാതെ അമ്മയ്ക്ക് എല്ലാരും മുമ്പിൽ വെച്ച് കേക്ക് ഇട്ടിട്ട് ക്രിഞ്ച്. ആള് കൂടുമ്പോ ഇച്ചിരി ക്രിഞ്ച് വരുന്ന അമ്മയ്ക്ക്. രാവിലെ വിഷൊക്കെ കിട്ടി എല്ലാരെയും. പിന്നെ ഇൻസ്റ്റയില് നിന്റെ ഫാൻ പേജില് 2 കൊച്ചുങ്ങള് വിളിച്ചെന്നെ. വിളിച്ചോ? രാവിലെ വിളിച്ചു. നിന്റെ അച്ഛന്റെ ഫോണിൽ വിളിച്ച്. എന്നിട്ട് അവര് സ്റ്റോറിയൊക്കെ ഇട്ട് ഫാൻ പേജ്. അങ്ങനെ കൊച്ചുങ്ങള് രാവിലെ വിളിച്ച് എന്നിട്ട് പറഞ്ഞ അമ്മയല്ലേ പറഞ്ഞ, ഞാൻ കഴിഞ്ഞ ബ്ലോഗില് പറഞ്ഞില്ലേ അമ്മയ്ക്ക് ഗിഫ്റ്റ് തരാന്. അമ്മ അങ്ങനെ പറഞ്ഞില്ലേ? അമ്മയ്ക്ക് ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ പോയി മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞോണ്ട് പറഞ്ഞ അമ്മയ്ക്ക് ഞങ്ങൾ എല്ലാരും ഉണ്ട്. അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ എല്ലാരും പറയുന്നതിന് മുമ്പേ ആ കൊച്ചുങ്ങളെ രാവിലെ എന്നെ വിളിച്ച് പറഞ്ഞിട്ട്. ഇന്നലെ രാത്രി തൊട്ടേ അമ്മയ്ക്ക് കോളൊക്കെ. അമ്മ ഫുൾ ബിസിയാണ് ഇപ്പൊ. ബർത്ത്ഡേ ഒക്കെ ഭയങ്കര. എല്ലാരും വിളിച്ച്. അച്ഛൻ പോയാ രാവിലെ? കുളിക്കുന്ന? എന്റെ ഭർത്താവ് അച്ഛനാ കുളിക്കുന്നത്. ഞാനും കുളിച്ച്. കുളിച്ച ഒരു ഇത് കാണുന്നില്ല. അത് കൊറേ നേരമായില്ലേ. ഹാപ്പി ബർത്ത്ഡേ. അമ്മയുടെ അത് കുഴപ്പമില്ല. ഇത് എല്ലാവരുടെയും ബർത്ത്ഡേ. ഇതെന്ത് ഡൈ അടിച്ചത് കേട്ടാ പറയുന്നില്ല കേട്ടോ. അത്രയ്ക്ക് നാച്ചുറൽ ആയിട്ട്. ഞാൻ പറഞ്ഞത് പഠിച്ചോളെ. ഇല്ല, വലിയ കുഴപ്പമൊന്നുമില്ല. അമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് അച്ഛൻ ഒന്ന് മേലെയാവെന്ന് വിചാരിച്ചതാ. അത് കളർ വേറെ പിടിച്ച്. അത് ഒത്തിരി കളർ അയച്ചത്. സെൻസിറ്റീവ് സ്കിൻ അല്ലേ ഇത്. വെയിലത്തും പാടത്തും വെയിലത്തും മഴയത്തും ഒക്കെ കൊണ്ട് കരിവാളിച്ച് കിടക്കുന്നത്. ഇപ്പൊ മൊത്തത്തിൽ കരിവാളിച്ച്. എല്ലാരും ചോദിക്കുന്ന അച്ഛൻ എന്തുവാ വയ്യെന്ന്. അച്ഛന് എല്ലാരും ചോദിക്കുന്ന അച്ഛാ കമന്റില്. ഇവിടെ വെറുതെ ഇരിക്കരുത്. വെയിലത്ത് പോയി തന്നെ പണിഞ്ഞിട്ട് വരും. ഇവിടെ വരുമ്പോഴായിരിക്കും ചിലപ്പോ നിങ്ങൾ വീഡിയോ എടുക്കാൻ നിൽക്കുന്നത്. അതിന്റെ ക്ഷീണമുണ്ട്. പിന്നെ അത് മാത്രല്ല, അന്ന് ആ വീഡിയോയിലേ അന്ന് മറ്റേ ജമ്പ് കഴിഞ്ഞിട്ട് നിക്കുവായിരുന്നു. അത് ഒന്നാമത്തെ സംഭവമായിരുന്നു അന്നത്തെ ഇത്. വേറെ നമ്മൾ പിന്നെ വണ്ടി ഒരു പരിവായി. ഓ, അതിന്റെ ഇതുമില്ല. എല്ലാം അച്ഛന് പുറമേനൊക്കെ ഉണ്ടായിരുന്നു അന്ന്. എന്തോ ചെറിയ സീൻ ഉണ്ടായിരുന്നു. അത് ബിരിയാണി വെച്ചാൽ നമുക്ക് ഞാനും അച്ഛനും കൂടെ അങ്ങ് വെക്കാം. ഇന്ന് ബർത്ത്ഡേ കാര്യം അനങ്ങണ്ട. അമ്മ ഒന്നും ചെയ്യണ്ട. ഞാനും അച്ഛനും കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ട് ഞങ്ങള് ബിരിയാണി ഉണ്ടായിക്കോളാം. പോസ്റ്റ് ഇട്ടേക്കുന്നത് ഇത് അന്ന് നമ്മൾ ഇവിടെ പോയി പെടുത്തതാ. തമിഴ്നാട്ടില് പാമ്പിന്റെ ഇത് നമ്മളിവിടെ പോയപ്പോ കന്യാകുമാരി. പറഞ്ഞായിരുന്ന ബർത്ത്ഡേ അത്? ജമിനിയമ്മടുത്ത് പറഞ്ഞില്ല. പറ എടുത്ത്. ഹലോ ജമിനി, എന്റെ ഹാപ്പി ബർത്ത്ഡേയാ. ഞാൻ ബിന്ദു. ഹാപ്പി ബർത്ത്ഡേ ബിന്ദു. ഇന്ന് നിങ്ങളുടെ ജന്മദിനമാണല്ലേ? വളരെ സന്തോഷം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? അതെ ജമിനി, ഇന്നലെ ഉണ്ടല്ലേ ഞാൻ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാൻ പോയപ്പം അമ്മ കക്കൂസിനകത്തായിരുന്നു. ഓ, അതൊരു രസകരമായ സംഭവമാണല്ലോ. അമ്മയെ വിഷ് ചെയ്യാൻ പോയപ്പോൾ പ്രതീക്ഷിതമായ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുപോയി. ആ നിമിഷം എങ്ങനെയാണ് അമ്മ കൈകാര്യം ചെയ്തത്? നിങ്ങൾ എന്താണ് പറഞ്ഞത്? അമ്മ കൈകാര്യം ചെയ്തത് ഭയങ്കര വിറ്റായിരുന്നു. വിഷൊന്നും അല്ലായിരുന്നു പ്രധാനം അവിടെ.
അങ്ങനെ ആ വിഷയം അത്ര ഗൗരവത്തിൽ എടുത്തില്ല അല്ലേ? പകരം അതൊരു തമാശയായി കണ്ടു. എന്തായാലും അങ്ങനെ ഒരു സംഭവം ഓർക്കുമ്പോൾ ഇപ്പൊ ചിരി വരുന്നുണ്ടാവും അല്ലേ? എനിക്കൊരു 11:45 ആയപ്പോ ബാത്റൂമിൽ പോകാൻ തോന്നി. അങ്ങനെ ഞാനങ്ങോട്ട് പോയി. ഞാൻ 12 മണി സമയം നോക്കിയില്ലായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ഹാപ്പി ബർത്ത്ഡേ പറയാൻ വന്നു. അപ്പോൾ വിഷ് ചെയ്യാൻ വന്നപ്പോൾ നിങ്ങളും ബാത്റൂമിലായിരുന്നു അല്ലേ? അതൊരു വല്ലാത്ത അവസ്ഥയായിപ്പോയി. എന്തായാലും അതൊരു രസകരമായ കഥയായി മാറി. കൂട്ടുകാരിപ്പോ ഇടക്കിടെ ഇത് പറഞ്ഞ് കളിയാക്കാറുണ്ടോ? ഇനി ഏത് ബർത്ത്ഡേ വന്നാലും ഇത് തന്നെ പറയും. തീർച്ചയായും ആ സംഭവം അത്ര രസകരമായതുകൊണ്ട് മറക്കില്ല. എല്ലാ ബർത്ത്ഡേക്കും അവർ വന്നിത് പറഞ്ഞ് കളിയാക്കുമ്പോൾ ആദ്യത്തെ തവണ പോലെ തന്നെ ചിരിക്കാൻ ശ്രമിക്കൂ. അതൊരു നല്ല ഓർമ്മയായി കൂട്ടത്തിൽ കൂട്ടാം. വേറെ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ? ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞോ? അല്ല, ഇതൊരു നല്ല കോമഡി ആയിട്ട് ജമിനിക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും ബിന്ദു, ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോൾ ഓർക്കുമ്പോൾ അത് നല്ലൊരു തമാശയാണ്. ജീവിതത്തിലെ ഇത്തരം ചെറിയ സംഭവങ്ങളെ തമാശയോടെ കാണുന്നത് നല്ലതാണെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? ഇനിയും ഇതുപോലെയുള്ള രസകരമായ കഥകൾ ഉണ്ടെങ്കിൽ പങ്കുവെക്കൂ. ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ശരി ശരി, പോവാ. അമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഒരു വിഷ് പറഞ്ഞേക്ക് ജമിനിയുടെ വക. തീർച്ചയായും ബിന്ദു, അമ്മയ്ക്ക് എന്റെ വക ഒരുപാട് ജന്മദിന ആശംസകൾ നേരുന്നു. അമ്മയോടൊപ്പം ഇന്നത്തെ ദിവസം ആഘോഷിക്കും. നല്ലൊരു സമയം ഉണ്ടാവട്ടെ. പിന്നെ കാണാം. ഹാപ്പി ആയ ജമിനിയുടെ അടുത്ത് പറഞ്ഞല്ലേ പറഞ്ഞു. ഇനി ബ്ലോഗ് ഇടുമ്പോ നാട്ടുകാരും അറിയല്ലേ. ഞങ്ങള് ഒരു കൊല വെട്ടാനായിട്ട് നേരെ കുടുംബ വീട്ടിൽ വന്നു കേട്ടോ. 2 കൊലയുണ്ട്, 1 കൊലയല്ല 2 കൊലയുണ്ട്. പഴുത്തിക്കാണോ? ആവ സമയത്ത് ഒരു കൊലയെങ്കിലും വെച്ചാ ഇല്ലേച്ചാ പൈസാങ്കാരായിട്ട് പഴമെങ്കിലും നിന്നോട്ടിരിക്കാം. അതേണ്ടേ ഒരു കൊലയായിട്ട്. നമ്മളിപ്പോ മൊത്തം എത്ര കൊല വെട്ടിയായിരുന്നു? എനിക്കൊന്നൊരു 5-6 കൊല വെട്ടിയെന്ന് തോന്നുന്നല്ലേ ഇപ്പൊ തന്നെ. ഒരു ചെറിയ കൊല കേട്ടാ. ഇതങ്ങോട്ട് അങ്ങോട്ട് പുഷ്ടി വന്നില്ലെന്ന് തോന്നില്ല ഇച്ചിരി. പിച്ചാത്തിയാ? ഓക്കെ സെറ്റ്. ഈ വലിയ വാഴ വെട്ടിയാൽ അതിന്റെ മൂട്ടിൽ ചെറുതുണ്ട് കേട്ടോ. അച്ഛാ ഇത് നിന്നാലും കൊലയാവത്തില്ലേ? അപ്പൊ ഇനി നടേണ്ട ആവശ്യമില്ലല്ലേ? മണ്ണൊക്കെ പിടിച്ചു. ഓയ്യോ വീണതറേ പിടിച്ച. വെട്ടി 2 കൊല കിട്ടി കേട്ടോ നമുക്ക്. ഇടേ ബർത്ത്ഡേക്കാരി കൊല എടുത്തിട്ടൂടെ? കൊലയൊക്കെ വെട്ടി ഞങ്ങള് കളങ്ങോട്ട് പോയി. ഞാലിപ്പൂവൻ എല്ലാം തിന്ന്. അച്ഛൻ കൃഷി ചെയ്യും, ഞാൻ തിന്നും. ഇത് വലിയ കൊല കേട്ടാ. ഇത് വെയിറ്റ് ഉണ്ട്. എല്ലാവർക്കും ഉമ്മ വരും കേട്ടോ. ഹാപ്പി. അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് കരിക്ക് വിട്ടു കേട്ടോ. സ്നേഹനിധിയായ ഡാഡ്. ഇല്ല സോറി, പിന്നെ ആകെ ഒരു കരിക്കേ ഉള്ളു. 3 കരിക്കുണ്ടായിരുന്നു. ഞാനും അമ്മയും കൂടെ ഇന്നലെ ഓരോന്ന് വെട്ടി. നീ ഗ്ലാസ് കൊണ്ടുവന്ന് നിൽക്കുവല്ലേ? അച്ഛാ എനിക്ക് കൊടുത്തില്ലേ കുറച്ച് അവക്ക് കൊടുക്കണേ, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് വിഷമാവും. കുറച്ച് അവക്ക് കൊടു. ഇതിപ്പോ പോവും കേട്ടാ. അതിപ്പോ പോവും. അയ്യേ അത് മൊത്തവും പോയി. കുറച്ച് എനിക്ക് എന്തെങ്കിലും ഞാനെല്ലാം കുടിച്ചാനാ. കുടിച്ചോ? മധുരമില്ലല്ലേ? നീ അല്ലേ തന്നത്? അതെ അമ്മയ്ക്കുണ്ട്. കുടിച്ചോ? അയ്യോ ബർത്ത്ഡേ കാര്യമായിരുന്നു ആദ്യം കൊടുക്കാൻ. വലിയ അണ്ടാവില് വെക്കാൻ കേട്ടാ മതി ബിരിയാണി. എടീ വാടി, അച്ഛൻ എന്തിനാ കോമഡി ഒക്കെ കാണിക്കാൻ പോവാ ഇനി. ഭയങ്കര വിറ്റ് അത് മിസ് ചെയ്യില്ലേ? വാ ഓള് ഓടി വരുന്നു. ഓ ഇത് ഭയങ്കര വെയിറ്റ് അല്ലേ അച്ഛാ? അയ്യോ സത്യത്തിൽ ഇത്രയും വലിയ അണ്ടാവി വെക്കുള്ള ബിരിയാണി ഇല്ല. പിന്നെ ഇരിക്കുന്നത് ചെറുതാണ്, പക്ഷെ അതിനകത്ത് കൊള്ളാതെ ഇരിക്കും അല്ലേ? അച്ഛൻ അരി, ഞാൻ ചിക്കൻ. ഓക്കെ നീ അരിയൽ അല്ല മല്ലിയല്ലേ അരിയുന്നതിനെ കരയുന്ന നീ? അത് വയ്യട്ടാ പനിയാ.
ഇപ്പൊ എല്ലായിടത്തും പനിയാടെ. എനിക്ക് എത്ര വട്ടം പനി മാറി വരുമെന്നമ്മ. അതാ കൂടെ കൂടെ പനി വരും. എനിക്ക് പനിയാണ്. അവൻ കണ്ട അവൻ ഭയങ്കര ഒരു സംഭവം കേട്ടോ. എല്ലായിടത്തും എല്ലാവർക്കും പനിയാട്ടാ. നിനക്ക് എത്രാമത് പരിപാടി? 4-5 വേണ്ട. എല്ലാവർക്കും കുഴപ്പം കാണത്തില്ല. ഇവള് വരുമ്പോ എനിക്ക് പനിയിട്ട് ഇവളാ കൊണ്ട് തരുന്ന പനി. ചിക്കൻ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് മാരിനേറ്റ് ചെയ്യാം. ഇത് ഭയങ്കര ചെറു കേട്ടോ. പച്ചമുളക് ചതച്ചാണ് കേട്ടോ. ഫുഡ്മുളക് ഉണ്ടായിരുന്നേ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. കൊച്ചുവിന്റെ പാചകം അല്ല, ഇത് കാരണം ചതച്ചാണ് കേട്ടോ. ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞപ്പൊടി. ക്ഷീണിച്ച അടുപ്പ് കൂട്ടി വേറെ ഞാൻ ഉള്ളതുകൊണ്ട് അച്ഛനെ സഹായിക്കില്ല. പിന്നെ എന്തിനാ ചെയ്യുന്ന എന്ത് ഇത് പിന്നെ ആൾക്കാർ ചെയ്യാൻ പറ്റുന്നത് കട്ടിയുള്ള പണി ഞാൻ ചെയ്യണം. പിടിഞ്ഞ് ഭയങ്കര കട്ടിയാണ്. ഇതിനാ ടേസ്റ്റ് മൊത്തം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇളക്കാം. മിക്സ്. ഓക്കെ ഗൈസ്, ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കഴിയട്ടെ അല്ലേ? അവിടെ ഇരിക്കുമ്പോൾ പിടിക്കും കേട്ടോ. ഇനി നമുക്ക് അരിക്കുള്ള സംഭവം നോക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക. ഓ, എത്ര മനോഹരമായ സംഗീതം. നെയ്, അരി. How was your fever? Good? Not good. We go to hospital and injection കുത്തൽ കുണ്ടിക്ക്. അച്ഛൻ പറഞ്ഞേക്കുന്നത് നീ പറഞ്ഞ രീതിയിൽ എക്സ്പേർട്ട് അല്ല. പശു. ഇതിപ്പോ ബാക്ക്ഗ്രൗണ്ടിൽ ട്രോള് കൊടുക്കേണ്ട ആവശ്യമില്ല. ലൈവായിട്ട് നടന്നോണ്ടിരിക്കണം ട്രോൾ. അയ്യോ, ആ കുട്ടിയാണ് കേട്ടാ കരയുന്ന. അയ്യോടാ. എന്തിലേക്ക് കുറച്ചുകൂടെ വേവിക്കണം. ഇത് എന്റെ ബിരിയാണിയാ. ചെയ്യുന്നത് അച്ഛനാ. വേറെ അടുപ്പ് കത്തിച്ചത് ഉണ്ടാവുകയില്ല. പക്ഷെ കൊച്ചുവിന്റെ ബിരിയാണിയാ. അതെന്താണ്? ഞാൻ അത് ഇളക്കി വെച്ചത് ചിക്കൻ. ഭയങ്കര പരിപാടിയായി പോയില്ലേ. ഞാൻ ആരംഭിക്കട്ടെ. ഇനി അച്ഛൻ അങ്ങോട്ട് വിശ്രമിച്ചോ, ബാക്കി ഞാൻ ചെയ്തോളാം. ഓക്കെ. കോക്കനട്ട് ഓയിൽ, നെയ്, പട്ട, ഗ്രാമ്പു, ഏലക്ക. എന്താ പറയല ഔട്ട്ഫിറ്റാ എന്താ പറയുന്ന ഫുള്ളെടുക്കുന്നതിന് ഔട്ട്ഫിറ്റ്. ഇവരെന്തരായി പറഞ്ഞത്? കുനുകുന അരിഞ്ഞ ഉള്ളിയാണ് കേട്ടോ. നല്ല പെട്ടെന്ന് ഇത് വൈണ്ട് വരും. അപ്പോ ജോലി കൂടെ ഒറ്റയ്ക്ക് വെച്ചിട്ട് പാടാട്ടോ. കുഴപ്പമില്ല. കീപ്പറെ ഇത് പിടി. ഞാൻ കീപ്പറല്ലേ. ഇത് ഭയങ്കര തീയാട്ടാ. ഇളക്ക്. അച്ഛനും കൂടെ തവി എടുത്തിട്ട് വന്നു. മോന്റെ ഇളക്കൊക്കെ ശരിയാവുന്നില്ല. ഉപ്പ് എടുത്തിട്ട് പാടി. അച്ഛൻ പോയി. നീയാണാടി ഉപ്പ് എടുക്കുന്നത്. ഉപ്പ് ഇത് ഭയങ്കര ചൂടാട്ടാ. ചൂടടിക്കുന്നെങ്കിൽ മുണ്ടൊക്കെ താത്തിട്ട്. പച്ചമുളക്, ചോറ് തട്ടാം. മല്ലിയില, ഉള്ളി, പൊരിച്ച ഉള്ളി. ഭയങ്കര ലുക്ക് കേട്ടാ. നമ്മൾ ദമ്മൊന്നും ഇടുന്നില്ല. ഒരു 10 മിനിറ്റ് ഒന്ന് ഇരുന്നാൽ മതി. നല്ലോണം കുക്ക് ആയിട്ടുണ്ട്. സെറ്റപ്പായി. നല്ല മണം. ചൂട് പാറും ബിരിയാണി. ബർത്ത്ഡേ കുട്ടി ആദ്യം കഴുകി. തോനും ചോറും എങ്ങനെയുണ്ട്? സൂപ്പർ കേട്ടോ. ഇഷ്ടപ്പെട്ടാ? നല്ല
എങ്ങനെയാ അടിപൊളി. അടിപൊളിയല്ലേ? അടിപൊളി. ഹേ ഗൈസ്, അപ്പോൾ സമയം ഏതാണ്ട് 7 മണി അടുപ്പിച്ചായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഫുഡ് കഴിച്ചിട്ട് അങ്ങ് ഉറങ്ങിയില്ലേ? അമ്മ ഉറങ്ങിയില്ലല്ലേ? തൂത്തക്കാരി വിളക്കൊക്കെ കത്തിച്ച്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഒരൊറ്റ ഉറക്കം അങ്ങ് ഉറങ്ങി. ഇച്ചിരി നേരം മുമ്പ് എണീറ്റ് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി. എന്റെ അമ്മ, എന്റെ പൊന്നെ, ഏതാ ലുക്ക്! ചുരിദാർ കറക്റ്റ് അളവല്ലേ? കറക്റ്റാ. വലുതുമല്ല ചെറുതുമല്ല. അച്ഛൻ എന്തിനാ അവിടെ ഇരിക്കുന്ന? ആ, കൊണ്ടുപോവാ. ദേ വരുന്ന കേക്ക്. കേക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടാ. നമുക്ക് ഇവിടെ ഉള്ളൊരു ചേച്ചി ചെയ്തു തന്ന കേക്കാണ്. ഹസീസ് ബേക്സ്. ഈ കളർ അമ്മയ്ക്ക് ഇല്ലല്ലേ? ഇല്ല, വെള്ളമുണ്ട്, എന്നാലും ഈ കളർ അല്ല. ഇത് ഓഫ് വൈറ്റാ, പ്യുവർ വെള്ളയല്ല, പിന്നെ കോട്ടനുമാണ്. ഓ, നീ മഞ്ഞക്കിളിയാണ്. എല്ലാത്തിനും വ്യത്യസ്തമായ ഒരു മഞ്ഞക്കിളി. പിറന്നാൾ ആശംസകൾ അമ്മ. തൊപ്പി വേണോ? ആ, തൊപ്പി വേണം. ഒത്തിരി ഞാൻ ക്രിഞ്ച് ആക്കണ്ട, എനിക്ക് തോന്നുന്നു. ഞാൻ ആ ഫീലിങ്സ് മനസ്സിലാക്കുന്നു, കാരണം ഞാൻ ഭയങ്കരമായിട്ട് ക്രിഞ്ച് അടിച്ചായിരുന്നു. അന്ന് പിന്നെ എല്ലാരും ഉണ്ട്, ഇപ്പൊ നമ്മളേ ഉള്ളൂ. നമ്മൾ മാത്രമേ ഉള്ളൂ. കേക്ക് കട്ട് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. എല്ലാരും പിടിക്കുന്നില്ലേ? ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്തിന്? അത് പിന്നെ അങ്ങോട്ട് നമ്മൾ അമ്മയുടെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് ഹണ്ടിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ കുറെ ഗിഫ്റ്റുകൾ വെച്ചിട്ടുണ്ട്. ചിലപ്പം ഈ വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും ആ വീഡിയോ വരുന്നത്, അല്ലെങ്കിൽ അല്ല, ആ വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ വരുന്നത്. ഇനി ഗിഫ്റ്റ് വേണ്ടേ? ഇനി എന്തുവാ, തന്നില്ല ഇഷ്ടം പോലെ. ഈ പ്രാവശ്യം ഇഷ്ടം പോലെ ഗിഫ്റ്റ് അവിടെ ഇവിടെ. ഇത് കിണറ്റി മൂട്ടി ഒളിച്ചു വെച്ചിരുന്ന ചുരിദാറാ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്ര ഗിഫ്റ്റ് ഓടിയാണ് ഞാൻ പറക്കിയെടുക്കുന്നത്. മാക്സിയൊക്കെ കൊണ്ട് എവിടെയൊക്കെ ഒളിച്ചു വെച്ചിരുന്നത് കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞിട്ട് കരഞ്ഞ് ലാസ്റ്റ്. എനിക്ക് കൂടെ മനസ്സിലാവുന്നില്ല, എഴുതി പറഞ്ഞേക്കുന്നത് മനസ്സിലാവുന്നില്ല. അങ്ങനെ ലാസ്റ്റ് കണ്ടിട്ടിപ്പോ ഞാൻ കരഞ്ഞു. അച്ഛൻ എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടോ? എന്തോ ഒരു കള്ളത്തരം പോലെ. ഞാൻ പോയിട്ട് ഒരു ഗിഫ്റ്റ് എടുത്തിട്ട്. ഗിഫ്റ്റ് ഇനിയുണ്ടോ? ഓ, ഞാൻ പോയി എടുത്തിട്ട് വരാം. പൊട്ടുന്നതാ, മാറിയുന്നോ? തുറന്നു നോക്ക്. ഇത് അമ്മ എപ്പോഴും പറയുന്നത്. അമ്മ ഒത്തിരി നാളെ കൊണ്ട് പറയുന്ന നാമമോതിരം വേണം. അത് പ്രതീക്ഷിച്ചില്ലല്ലേ? ഒത്തിരി നാളും കൊണ്ട് പറയായിരുന്നു ഈ ആമമോതിരത്തിന് വേണ്ടിട്ട്. കറക്റ്റ്. ഇത് ഇവരിലാണ് ഇടമുള്ളത്. ചൂണ്ടുവരലാണ് ഇടത്തെ കയ്യിലാണോ ഇടത്തെ കയ്യിലാണെന്ന് അറിയാൻ വയ്യ. തലയില് നമ്മളെ നോക്കിയിരിക്കണം ആമ. നല്ല രസം കേട്ടോ ഇത്. ഓക്കെ, ആമാ. ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോലെ. പ്രതീക്ഷിച്ചില്ലേ? പ്രതീക്ഷിച്ചില്ല. ഒത്തിരി ആളെ കൊണ്ട് പറയുന്ന ആമോതിരം വേണോന്ന്. ഇഷ്ടപ്പെട്ടത്? പിന്നെ കൊച്ചു എന്തെല്ലാം ഗിഫ്റ്റ് എനിക്ക് വയ്യ. ഇല്ല, ഞാൻ ആഗ്രഹിച്ചതെല്ലാം ഇല്ലേ കിട്ടിയ കൊച്ചു വാങ്ങിച്ചത്. ഇത് മൂക്കുത്തി, അത് ഞാൻ
മൂക്കുത്തി, പിന്നെ കഴിഞ്ഞതിന് ഇത് മോതിരം, മതി മതിയടേ പിന്നെ എന്തുവാ ഇത് മിഞ്ചി, പിന്നെ അങ്ങനെ അവൻ കൊറേ ഗിഫ്റ്റ് ഇല്ലേ, കൊറേ അച്ഛന്റെ മനസ്സിൽ എന്തുവായിരുന്നു? ഇതാണെന്ന് അത്ര വന്നില്ലല്ലേ? ഇനി ഒരു ഗിഫ്റ്റ് കൂടെ തരട്ടെ. ഇത് നിങ്ങൾക്ക് രണ്ടുപേർ കൂടെ ഉള്ള ഗിഫ്റ്റാ. രണ്ടുപേർ കൂടെ ഇനിയുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർ കൂടെ. വലുതൊന്നുമല്ല, അത്രയൊന്നുമില്ല. ഞാൻ പേടിച്ചിട്ട് തരാം. ഒരു മിനിറ്റ്. തുറന്നു നോക്ക്. ഇല്ല, അതൊന്നുമില്ല. ഫോട്ടോയാ. ഫോട്ടോ ഫ്രെയിം തമിഴ്നാട് പോയപ്പോ നമ്മൾ ഈ ഇടയ്ക്ക് ഒരു അമ്പലത്തിൽ പോയിരുന്നു കേട്ടോ. അപ്പൊ അവിടെ വെച്ചെടുത്ത ഫോട്ടോയാണ് ഫ്രെയിം ചെയ്ത്. അതിലെ ലാമിനേഷൻ ആട്ടോ, ലാമിനേറ്റ് ചെയ്ത് കൊള്ളാല്ലേ? ഇതിന്റെ കൂടെ എടുത്ത ഫോട്ടോ സ്റ്റോറി ഇട്ടിരുന്നത് നമ്മള് എടുത്തു. അത് നല്ല ഫോട്ടോ. രണ്ടുപേരും നല്ല ഭയങ്കര നല്ല ഫോട്ടോ കേട്ടോ. ഇത് രണ്ടുപേരും കിടില ലുക്കായിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഫ്രെയിം ചെയ്ത് വെക്കാം. നല്ല ഫോട്ടോ അല്ലേ? അയ്യോ മനസ്സിലെല്ലാം ഇങ്ങനെ മനസ്സിൽ ഒരേ വെച്ചിട്ട് സമയമാകുമ്പോ എല്ലാ ഗിഫ്റ്റൂടെ ഒരുമിച്ച് കൊടുത്ത് ഹാപ്പി 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 ഹാപ്പി. സിൽവർ കമോൺ. എന്താണിത്? നമുക്ക് അടുത്ത ജമ്പിന് പോവാം തോട്ടില്. ഓക്കെ, ഇഷ്ടപ്പെട്ടല്ലേ ഗിഫ്റ്റ് ഒക്കെ? ഇഷ്ടപ്പെട്ടു, അടിപൊളി. പക്ഷെ ഇത് മേടിക്കും ആമോദിന് നിന്റെ മനസ്സിൽ ഞാൻ നേരത്തെ ഇങ്ങനെ പറയുമായിരുന്നു. അതൊക്കെ മനസ്സിൽ വെച്ചിരുന്നു, അതൊക്കെ ഓർത്ത് വെച്ചിരുന്നു, മറന്നില്ല. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. നിനക്ക് വേണോ ആ മോതിരം? അവളെ ബർത്ത്ഡേ അടുത്ത് എന്തെങ്കിലും വിഷയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴും പറഞ്ഞോ, അപ്പോഴത്തേനും ഞാൻ ഓർത്തു വെക്കും. ഹാപ്പി ബർത്ത്ഡേ എന്റെ കൊച്ചു. 1000 അമ്മയ്ക്ക് ഇറങ്ങി പോയാ എന്റെ ഗിഫ്റ്റ് ഓടിയതാണ്. ഹലോ ബാ, അച്ഛൻ എവിടെ ഇറങ്ങി പോയത്? തുറന്നോക്ക്. എനിക്ക് ഇതിൽ കൂടുതൽ നിങ്ങൾ രണ്ടുപേരും തന്നതിൽ കൂടുതൽ എന്തിനു വേണം? ഇതിനാണ് അച്ഛൻ വൈകിട്ട് പോയത്. മാക്സി, ചുരിദാറ്. അല്ല, ചുരിദാറ് രണ്ടും ചുരിദാറല്ലേ? ആ, സെറ്റ് തന്നെ. നല്ല ചുരിദാറാട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഉമ്മയൊക്കെ കൊടുത്ത വേണേ? കൊടുക്കണേ? അമ്മക്ക് ബർത്ത്ഡേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബർത്ത്ഡേ അടിപൊളിയായിരുന്നു. നല്ല ബർത്ത്ഡേ അതിഗംഭീരമായി. ഇന്നലെ തൊട്ട് ബർത്ത്ഡേ ഗിഫ്റ്റും എല്ലാം ഇന്നലെ തൊട്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി തൊട്ടേ ബർത്ത്ഡേക്ക് ആദ്യമേ കക്കൂസി ഇരുന്നാ മതി, അപ്പൊ നല്ലയാവും. അത് ഭയങ്കര ഒരു ഇതായി പോയിട്ടാ. അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു നീ ഉറങ്ങി വേണോ.
ആ 12 മണി ആയെന്നുള്ളത് അറിഞ്ഞില്ല. എനിക്കറിയാം നീ 12 മണിയാകുമ്പോ ചിലപ്പോ ഇറങ്ങി വരുമോന്ന്. പക്ഷെ ആ സമയം ഞാൻ കൂടെ ഇവക്കളെടുത്ത് സമയം ചോദിച്ചു. അപ്പൊ 11:30 മണിയെന്ന്. വിഷ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക് യു സോ മച്ച്. എനിക്ക് ഇൻസ്റ്റയിലൊക്കെ ഒത്തിരി വിഷ് വന്നിട്ട് അമ്മയ്ക്ക്. അപ്പൊ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ലവ് യു ഉമ്മ. വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഉമ്മ. അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ. ഇനിയിപ്പോ ഇതിന്റെ ഷോ കാണണമല്ലോ ദൈവമേ.